BP അസുഖമുള്ള പല ആളുകളുടെയും വിചാരം അത് ഹൃദയത്തെയോ കിഡ്നിയെയോ മാത്രമേ ബാധിക്കുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ BP കൂടുന്നതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊന്നു കൂടി അതിവേഗം തകരുന്നുണ്ട്. അത് നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിയുമാണ്. BPയും മറവിയും തമ്മിലുള്ള ബന്ധം എന്താണ്? BP കൂടി നിൽക്കുന്ന സമയത്ത് തലച്ചോറിലെ അതിസൂക്ഷ്മമായ രക്തധമനികൾക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടാവുകയാണ്. പതുക്കെ അവക്ക് കട്ടി കൂടുന്നു, ചുരുങ്ങുന്നു. ഇതിനെ സെറിബ്രൽ സ്മോൾ വെസൽ ഡിസീസ് എന്നാണ് പറയുക. ഇതുവഴി തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൃത്യമായി രക്തം കിട്ടാതാവുകയും അവ നശിച്ചു പോവുകയും ചെയ്യും. ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നത് മധ്യവയസ്സിൽ BP 140 മുകളിൽ നിയന്ത്രണമില്ലാതെ തുടരുന്ന ആളുകൾക്ക് ഭാവിയിൽ ഓർമ്മ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന മൈക്രോ വാസ്കുലർ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത 60% കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി നിലനിർത്താനും തലച്ചോറിലെ രക്തധമനികളെ സംരക്ഷിക്കാനും ചെയ്യേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് BP എപ്പോഴും 120/80 ആയി നിലനിർത്തുക. രണ്ടാമത്തത് പൊട്ടാഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കുക. രക്തധമനികളുടെ ഇലാസ്തികത കൂട്ടാൻ ദിവസവും ഒരു നേന്ത്രപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഷുഗർ ഉള്ളവരും കിഡ്നിയുടെ അസുഖമുള്ളവരും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ നേന്ത്രപ്പഴം കഴിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, ദിവസവും ഒരു 8 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങാൻ നോക്കുക. ഉറക്കം കുറവുള്ള ആളുകൾക്ക് BP കൂടെ മാത്രമല്ല ചെയ്യുക, തലച്ചോറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഗ്ലിംഫാറ്റിക് സിസ്റ്റം പരാജയപ്പെടുകയാണ്. നാലാമത്തെ കാര്യം, BP എന്ന് പറയുന്ന അസുഖം പുറമേക്ക് യാതൊരു ലക്ഷണവും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ തന്ന ഗുളികകൾ പല ആളുകളും സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് കഴിയുമ്പോൾ നിർത്തും. നിങ്ങൾ അറിയേണ്ടത്, ലക്ഷണങ്ങൾ ഇല്ലെന്ന് കരുതി BPയുടെ ഗുളിക ഒരിക്കലും നിർത്താൻ പാടില്ല. അത് നിശബ്ദമായിട്ട് നിങ്ങളുടെ തലച്ചോറിനെ തകർക്കുന്ന ഒരു കെണിയാണ്. അഞ്ചാമത്തെ കാര്യം, 5 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് ഒരു ദിവസം ശരീരത്തിൽ എത്താതെ ശ്രദ്ധിക്കുക. അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇതിനകത്തൊക്കെ ഒരുപാട് സോഡിയം ഉണ്ട് കേട്ടോ. ആറാമത്തത്, കടുത്ത സ്ട്രെസ്സും ദേഷ്യവും പെട്ടെന്ന് BPയിൽ മാറ്റങ്ങൾ വരുത്തും. ഇത് തലച്ചോറിലെ സൂക്ഷ്മമായിട്ടുള്ള രക്തധമനികളിൽ കുഞ്ഞു കുഞ്ഞ് രക്തസ്രാവങ്ങൾ ഉണ്ടാക്കും. മൈക്രോ ബ്ലീഡിംഗ് എന്നാണ് ഇതിന് പറയുക. സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ട് ദിവസവും മെഡിറ്റേഷനോ പ്രാർത്ഥനയോ ചെയ്യുന്നത് നന്നായിരിക്കും.